താനുണ്ടാക്കിയ ഒരു പാർട്ടി, അതിൽ നിന്ന് ഒരു റിബൽ ഉണ്ടാകുന്നു. ആ റിബല് റിയൽ ലീഡറാകി പാർട്ടി ഉണ്ടാക്കിയാൽ വിമതയായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് മമത എന്ന് പറയുന്ന ഒരു ഒറ്റ ലീഡറിൽ നിന്നുണ്ടായ ഒരു പാർട്ടിയാണ്. അങ്ങനെ വലിയൊരു സംഘടനാ സെറ്റപ്പ് ഒന്നും ഉണ്ടായിട്ടല്ല. മമത എപ്പോഴും തെരുവുകളിലായിരുന്നു. നിന്ന നിപ്പിൽ തൃണമൂൽ തൃശങ്കുവിൽ നിന്നല്ല മമതയ്ക്ക് ഇത് എന്താ സംഭവിക്കുന്ന പോലും മനസ്സിലാക്കാൻ കഴിയാതെ വിമത നീക്കം കണ്ടിട്ട് തൃണമൂലിന്റെ എല്ലാ ഘടകങ്ങളും പിരിച്ചുവിട്ട് ഒരു പുനഃസംഘടിപ്പിക്കുക, അതുവഴി പാർട്ടി തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ്. അതിന്റെ തോൽവിയും കൂടെ നമ്മൾ ആലോചിക്കും. 2021 ഇതേ സുവേന്ദു അധികാരി നന്ദിഗ്രാമിൽ മമതയെ തോൽപ്പിച്ചു. അവസാനം സംഭവിക്കാന്ന് പറഞ്ഞാൽ ചരിത്രമായി പോയ, അന്യം നിന്ന് പോയ, അല്ലെങ്കിൽ ഇല്ലാതായി പോയ പാർട്ടികളുടെ ഗണത്തിലേക്ക് തൃണമൂലിന്റെ പോക്ക് സംഭവിക്കുമെന്ന് മാത്രമേ നമുക്കിനി അറിയുള്ളൂ. ഇപ്പം കെജ്രിവാൾ, സ്റ്റാലിൻ, മമത 3 പേരും വീണു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മമതയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 30 വർഷം കൊണ്ട് മമതാ ബാനർജി പടുത്തുയർത്തിയൊരു സാമ്രാജ്യം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്. ആ തൃണമൂൽ കോൺഗ്രസ് ആണ് ഒറ്റ മാസം കൊണ്ട് 215 എന്നൊരു നമ്പറിൽ നിന്ന് 20ലേക്ക് ചുരുങ്ങുന്നത്. ശരിക്കും മമത ഇത് അർഹിക്കുന്നുണ്ടോ, ഇങ്ങനെയൊരു തിരിച്ചടി? തിരിച്ചടിയുടെ പശ്ചാത്തലത്തെക്കാളേറെ ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിൽ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കപ്പിത്താൻ വീണു കപ്പലും മുങ്ങുക എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു അഗ്നിപരീക്ഷയാണ് ഇപ്പം തൃണമൂൽ കോൺഗ്രസും മമതയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. താനുണ്ടാക്കിയൊരു പാർട്ടി, അതിൽ നിന്ന് ഒരു റിബൽ ഉണ്ടാകുന്നു. ആ റിബല് റിയൽ ലീഡറാകുകയും പാർട്ടി ഉണ്ടാക്കിയാൽ വിമതയായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാരണം എന്താ വെച്ചാൽ 80 MLA ആണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. 215 നിന്നാണ് ഭാഗ്യശ്രീ പറഞ്ഞ പോലെ 80ലേക്കുള്ള ഒരു പതനം. BJP 206 സീറ്റുമായിട്ട് വലിയ വിജയവും ചരിത്രത്തിലാദ്യമായിട്ട് ബംഗാൾ ഭരണം കൂടെ പിടിക്കുന്നു. 28 വർഷം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിട്ട് ആ പാർട്ടിയിൽ ഇതുവരെ ഒരു പിളർപ്പ് പോലും ഉണ്ടായില്ല. പിളർപ്പുണ്ടായില്ല എന്ന് വെച്ചാൽ പാർട്ടിയിൽ ഒരു വലിയ പിളർപ്പ് എന്നുള്ളതിനേക്കാൾ വ്യക്തികൾ പുറത്തു പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സുവേന്ദു അധികാരി ആയാലും, അതിന് മുമ്പ് മുകുൾ റോയ് ഇടക്കാലത്ത് BJP പോകുകയും തിരിച്ചു വരികയും 2 വർഷം മുമ്പാണ് മരിച്ചത്. ഈ നേതാക്കളൊക്കെ ഇടക്കാലത്ത് മമതയെ വിട്ട് പിരിഞ്ഞ് പോവുകയും ഒക്കെ ചെയ്താൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയിൽ ഒരു കൊട്ടാര വിപ്ലവം പോലെ വരുന്നു. അതിൽ ഒരുപാട് ചരിത്ര സമസ്യകളുണ്ട്. ഇപ്പം മമതയുടെ ഒരു ചരിത്രം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പണ്ട് JP മൂവ്മെൻറ്റിൻ്റെ കാലത്ത് ബംഗാളിൽ ഒരു വലിയ പ്രക്ഷോഭം നയിച്ചാണ് മമത ആദ്യമായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നത്. അന്നൊക്കെ ഈ ജയപ്രകാശ് നാരായണൻ വന്ന് വണ്ടിക്ക് മുമ്പിൽ ചാടി, നമ്മളിപ്പോൾ സമീപകാലത്ത് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന രക്ഷാപ്രവർത്തനം മോഡലിൽ ഒരു വലിയ പ്രതിഷേധം വരികയും വണ്ടി തടയുകയും ലാത്തി ചാർജൊക്കെ നടക്കുകയും അങ്ങനെ വലിയ സീനൊക്കെ ഉണ്ടായി. അതിനുശേഷം തുടർച്ചയായ പ്രക്ഷോഭങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു ബംഗാളിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യം കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടം, സിദ്ധാർത്ഥ് ശങ്കർ റേ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സഖാക്കളുടെ ചോര ഒരുപാട് വീണ ഒരു ഘട്ടമായിരുന്നു. അതിനുശേഷം നീണ്ട 34 വർഷം LDFിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം വരും. അപ്പോൾ അതിന് മുമ്പ് നടന്ന എന്താണോ ഏതാണ്ട് അതിൻ്റെ ഒരു തനി ആവർത്തനം ഒരു പരിധി വരെയെങ്കിലും നടന്നു. അതിൽ നിന്ന് സഹിയിട്ടിട്ടാണ് മമതയിലേക്ക് ജനം മാറുന്നത്. അങ്ങനെ 3 കാലഘട്ടം. അപ്പോൾ ഈ മമത ഇങ്ങനെ പിന്നെ 1993 കാലഘട്ടത്തിൽ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് നടത്തിയ ഒരു വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അന്നാണ് ഈ ബംഗാളിൽ എപ്പോഴും ബൂത്ത് പിടുത്തം, തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നൊക്കെ പറയുന്ന വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടം. അപ്പോൾ ഈ വോട്ടേഴ്സ് ID നിർബന്ധമാക്കണമെന്ന് പറഞ്ഞ് നടത്തിയൊരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിൽ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്ക് നടത്തിയ പ്രതിഷേധം വെടിവെപ്പ് കലാശിക്കുകയും അന്ന് 13-14 കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു. അതോടുകൂടി ഒരു വലിയ ജനകീയ മുന്നേറ്റമായി സർക്കാരിനെതിരെ ഒരു വികാരമായിട്ട് തലയടിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അതും കഴിഞ്ഞിട്ട് കോൺഗ്രസിനൊപ്പം ആ പ്രയാണം കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ആയിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെ മമത ക്രമേണ അവിടെ ഒരു ലീഡറായി വളർന്നു വരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മമതയുടെ വളർച്ച അവിടെ അന്നത്തെ കുറേ കോൺഗ്രസ്സിൽ വലിയ താപ്പാനുകളുണ്ട്. ബംഗാൾ രാഷ്ട്രീയത്തിൽ പഴയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗനീകാന്ത് ചൗധരി, അല്ലെങ്കിൽ സോമൻ മിത്ര, പ്രിയരഞ്ജൻ ദാസ് മുൻഷി, ഇങ്ങനെ പറയുന്ന ഒരുപറ്റ നേതാക്കളുടെയൊക്കെ ഒരു പ്രണാബ് മുഖർജി, രാഷ്ട്രപതിയായിരുന്ന പ്രണാബ് മുഖർജി, ഇവരൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ മമതയെ ഒരു ഇടക്കാലത്ത് ഈ തൃണമൂലിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അന്ന് അവർ പറഞ്ഞൊരു പ്രധാന ആരോപണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു ഇടതുപക്ഷത്തിന് ഒരു B ടീമായിട്ട് പലപ്പോഴും പ്രവർത്തിക്കുന്നു, അതിൽ നിന്നുകൊണ്ട് ഒരു ഫൈറ്റ് പറ്റില്ല, അവരൊറ്റയ്ക്ക് കോൺഗ്രസിനോട് കലഹിച്ച് പുറത്തു പോവാണ്. അങ്ങനെ വന്നിട്ട് തൃണമൂലുണ്ടാക്കി പിന്നെ അവരുടെ ഒരു എന്താ പറയുക സമയം തെളിയുന്ന ഒരു ഘട്ടം. ഒരു 97 പാർട്ടി ഉണ്ടാക്കി. അവിടുന്ന് ക്രമേണ ഇതേപോലെ തന്നെ അവർ നമ്മളിപ്പം എന്താ പറയുക, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വളർച്ചയുടെ വികാസമൊക്കെ പറയുമ്പോൾ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് വളരുന്ന രീതിയിൽ ഒരു പാർട്ടി വരാം, അല്ലെങ്കിൽ ഒരു ബൗദ്ധിക അടിത്തറ, അല്ലെങ്കിൽ ഒരു കേഡർ സംവിധാനമാണ്. അങ്ങനെ 2-3 തലങ്ങളിലാണ് വളർച്ച പറയാം. ഇത് മമത എന്ന് പറയുന്ന ഒരു ഒറ്റ ലീഡറിൽ നിന്നുണ്ടായ ഒരു പാർട്ടിയാണ്. അങ്ങനെ വലിയൊരു സംഘടനാ സെറ്റപ്പ് ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ മമത എപ്പോഴും തെരുവുകളിലായിരുന്നു. ഒരു സ്ട്രീറ്റ് ഫൈറ്ററായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. എല്ലാ ജനങ്ങൾക്കും
വളരെ അപ്പീലിംഗ് ആയിട്ടും ആക്സസിബിൾ ആയിട്ടൊരു ലീഡറാണ്. എന്താ പറയുക, ഒരു വീട്ടിൽ ഇരുന്ന് മറ്റേ ദിവസവും രണ്ടുപേരെ കാണുന്ന അങ്ങനെയല്ല. ഏത് പ്രശ്നങ്ങളിൽ ഇടപെടുകയും വളരെ സിമ്പിൾ ലൈഫ്. നമ്മൾ കാണുന്നതിന് ഒരു കോട്ടൺ സാരിയും ഒരു വള്ളി ചെരുപ്പൊക്കെ ഇട്ട് എപ്പോഴും തെരുവുകളിലൂടെ ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് നടക്കുന്ന ഒരു മമതയുടെ ഒരു ദീർഘകാല ചരിത്രമുണ്ട്. അവിടുന്നാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ അവസാനത്തെ ടൈം, അതായത് ആ 2006 കാലത്ത് ആദ്യമായി സിന്ദൂർ വിഷയമുണ്ടാകുന്നു, അതിന് നന്ദിഗ്രാം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു വലിയ വെടിവെപ്പ്, കർഷക പ്രക്ഷോഭം, കർഷക ഭൂമി ബലമായി പിടിച്ചെടുക്കുന്നതിനെതിരായിട്ടുള്ള അത് ബംഗാളിന് പുറത്തേക്കും നമ്മൾ ആ ബംഗാളിലെ സിറ്റുവേഷനൊക്കെ ദിവസവും കേരളത്തിലെ പത്രങ്ങളിൽ പോലും മുഖ്യ വാർത്തയായിട്ട് വന്ന കാലഘട്ടം. അങ്ങനെ ആ വെടിവെപ്പും കലാശിച്ചതോടുകൂടി എന്താ പറയുക, ജനം അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായി തിരിയുകയും അങ്ങനെയാണ് മമത ആദ്യമായിട്ട് ബംഗാൾ ഭരണം പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അതുവരെ എന്താ പറയുക, LDFൻ്റെ ഒരു ഭരണത്തിൻ്റെ ഒരു 34 വർഷത്തെ ഭരണത്തിൽ സഹിയിട്ട ജനം ഒരു പുതിയ നേതാവിൽ അഭയം പ്രാപിക്കുകയും പുത്തൻ പ്രതീക്ഷ കാണുകയും ചെയ്തൊരു കാലഘട്ടം. അപ്പോൾ പിന്നീടെന്ന് വെച്ചാൽ മമത എപ്പോഴും ഒരു എന്താ പറയുക, സ്ത്രീകൾക്ക്, യുവാക്കൾക്ക് എപ്പോഴും അപ്പീലിംഗ് ആയ നല്ല പദ്ധതികൾ, അവർക്ക് മാസം നിശ്ചിത കൊടുക്കുന്ന ജനകീയ പദ്ധതികൾ, അങ്ങനെയൊക്കെ വന്ന് എപ്പോഴും എന്താ പറയുക, വനിതാ വോട്ടർമാരായിരുന്നു മമതയുടെ ഒരു അസറ്റായിട്ട് ദീർഘകാലം ഉണ്ടായിരുന്നു. അതിങ്ങനെ ക്രമേണ വളർന്നു. അപ്പോൾ ഒരു വശത്ത് CPMൻ്റെ ഒരു വലിയ തകർച്ച, ഇടത് കക്ഷികൾ വീഴുന്നു. കോൺഗ്രസ് താരതമ്യേന ദുർബലമാണ്. അവിടെ മുർഷിദാബാദ്, മാൾഡ എന്നൊക്കെ പറയുന്ന 1-2 ജില്ലകളിൽ മാത്രം ഏതാനും ചില സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി മാത്രമായിട്ട് ചുരുങ്ങിയതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു തകർച്ച വലിയ രീതി വന്നപ്പോൾ അവിടുന്ന് ക്രമേണ രണ്ടാമത്തെ ടേമൊക്കെ ആയപ്പോഴത്തേന്, ആദ്യത്തെ ഒരു 5 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ ടേമൊക്കെ ആയപ്പോഴത്തേന് ഈ ശാരദ തട്ടിപ്പ്, നാരദ കേസുകൾ, പിന്നെ ഏറ്റവും വലിയ ആശുപത്രിയിൽ ഒരു ജൂനിയർ ഡോക്ടർ പീഡനത്തിൻ്റെ വലിയ രാജ്യം മുഴുവൻ അലയടിച്ച ഒരു വലിയ ദാരുണ സംഭവം. അപ്പം അതിലേക്കൊക്കെ എത്തുന്നപ്പോഴത്തേന് ക്രമേണ ഒരു രണ്ടാമത്തെ ടൈമായപ്പം ഭരണവിരുദ്ധ വികാരം ശക്തമായി തുടങ്ങി. അവിടെ ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയിൽ നിന്ന് ക്രമേണ BJP ഒരു ഫോഴ്സായി വരുന്നു. അങ്ങനെ 2021 കാലമൊക്കെ ആയപ്പോഴത്തേന് BJP പെട്ടെന്നാണ് ഒരു വളർച്ച കൈവരിച്ചത്. 20% വോട്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ലെഫ്റ്റ് വോട്ടുകൾ ഒന്നാകെ അതുവരെ ഉണ്ടായിരുന്നത് സ്വിച്ച് ചെയ്യാണ് നേരെ BJPയിലേക്ക്. അങ്ങനെ ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന പോലെ മമതയോട് കലഹിച്ചിട്ട് സുവേന്ദു അധികാരി BJP പക്ഷത്തേക്ക് പോകുന്നത്. അവിടെ പോകുന്നു, BJPയുടെ നേതാവായിട്ട് പെട്ടെന്ന്. കാരണം അവർക്കൊരു അങ്ങനെ ഒരു, ഇപ്പോൾ കേരളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ BJPക്ക് ആ രീതി ഒരു സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പോപ്പുലറായ ഒരു ലീഡർ ഇല്ലാത്തതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ വരവെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ തുടങ്ങി മമതയുടെ വിശ്വസ്ത ആയിട്ട് ഈ പറയുന്ന നന്ദിഗ്രാം വിഷയം അടക്കം കത്തിച്ച് വലിയ ബഹുജന പ്രക്ഷോഭത്തിനും ജനങ്ങളുടെ വികാരം അന്നത്തെ സർക്കാരിനെതിരാക്കുന്നതിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. അതെ, അത്രയും വലങ്കൈയായിട്ട് നടത്തുന്ന പെട്ടെന്നാണ് സുവേന്ദു അധികാരി ഇതേപോലെ മമതയുമായി തെറ്റിപ്പിരിയും. അന്ന് തെറ്റിപ്പിരിഞ്ഞതിൽ ഒരു കാരണം പറയുന്നതിൽ ഒന്ന് അഭിഷേക് ബാനർജിയുടെ ഇത് തന്നെയായിരുന്നു. ഇപ്പോഴും ശരിക്കും അവർ തമ്മിൽ പിരിയുന്ന ഈ പാർട്ടി പിളർപ്പിലേക്ക് എത്തിയതിൽ പോലും അഭിഷേക് ബാനർജിയുടെ ഒരു സാന്നിധ്യം ഭയങ്കര. അതായത് ഇപ്പോൾ പലരും പറയുന്നത് ഈ അഭിഷേക് ബാനർജി ഈ കഥയിലെ ഒരു വില്ലനാണോ എന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ തോന്നാം. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ എപ്പോഴും ഇങ്ങനെ ഒറ്റയാൾ നേതാവായിട്ട്, ഇപ്പം മമതാ ബാനർജിയെ ഇക്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഫാമിലി, അങ്ങനെ മക്കളെ അവരോധിക്കാൻ ഫാമിലി ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ ആ രീതിയിൽ മക്കൾ രാഷ്ട്രീയം ഇല്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ലീഡർ ആരെന്നുള്ള, ഇപ്പോൾ അനന്തരവനായിരിക്കുന്ന അഭിഷേക് ബാനർജിയിലേക്ക് അത് വളരുന്നു. ഇപ്പോൾ ഈ ഇലക്ഷനിൽ സംഭവിച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ തോൽവിയും കൂടെ നമ്മൾ ആലോചിക്കുന്നു. 2021 ഇതേ സുവേന്ദു അധികാരി നന്ദിഗ്രാമിൽ മമതയെ തോൽപ്പിച്ചു. ഈ തവണ ഭവാനിപ്പൂരിൽ വന്നിട്ട് മമതയെ വീഴ്ത്തുന്നു. അതായത് 1984 ജാദവ്പൂരിൽ സോമനാഥ് ചാറ്റർജിയെ തോൽപ്പിച്ച് എന്ന് പറഞ്ഞാൽ CPMൻ്റെ സോമനാഥ് ചാറ്റർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബംഗാളിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ജനപ്രിയ മുഖമായിരുന്ന സോമനാഥ് ചാറ്റർജിയെ പരാജയപ്പെടുത്തിയിട്ടാണ് മമത 1984 ആദ്യം ജയിക്കുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 32 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കി 42 വർഷത്തെ ചരിത്രം എടുത്ത് ആദ്യത്തെ തോൽവിയാണ് ഭവാനിപ്പൂരിൽ. അത് സുവേന്ദു അധികാരിയോടാണ്. തോൽക്കുന്ന മാത്രമല്ല, ആ തോൽപ്പിക്കുന്ന ആൾ മുഖ്യമന്ത്രി ആകുകൊണ്ട് ചെയ്യുന്നൊരു കാഴ്ച, അതായത് താൻ വളർത്തിയ ഒരു നേതാവ് തന്നെ തോൽപ്പിച്ച് മുഖ്യമന്ത്രി കസേരയിൽ കയറുന്ന ഒരു കാഴ്ചയും കൂടെ മമതയ്ക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ ഈ അഭിഷേക് ബാനർജി കഥയിലെ വില്ലനോ എന്നുള്ള ചോദ്യത്തിന് 2-3 എക്സാമ്പിൾ ഉണ്ട്. ഒന്ന് നമ്മൾ ഒഡീഷ എടുത്ത് നോക്കിയാണ്. ഒഡീഷയിൽ ഇതേപോലെ ആദ്യം ബിജു പട്നായക്കിൻ്റെ കാലം ശേഷം നവീൻ പട്നായക്കിൻ്റെ തുടർച്ചയായ ഒരു ഭരണകാലഘട്ടം. അവസാനം എന്തുവേണ്ടി നവീൻ പട്നായക്കിൻ്റെ പിൻഗാമിയായിട്ട് ഒരു വിരമിച്ച IAS ഓഫീസറായ VK പാണ്ഡ്യൻ, തമിഴ്നാട്ടുകാരനെ VK പാണ്ഡ്യനെ പിൻഗാമിയായിട്ട് വരുന്ന രീതിയിൽ അവിടെ പെട്ടെന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് എൻട്രി ചെയ്യുന്നു. നവീൻ പട്നായക്കിൻ്റെ പിൻഗാമിയായിട്ട് വാഴ്ത്തപ്പെടുന്നു. അപ്പോൾ എന്തുവേണ്ടി പാർട്ടിയിൽ കൊട്ടാര വിപ്ലവം തുടങ്ങും. കാരണം അതുവരെ സെക്കൻഡ് ലെവൽ ലീഡേഴ്സിലുണ്ടായിരുന്നവരെല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഒരു IAS പശ്ചാത്തലത്തിൽ നിന്ന് വിരമിച്ച ഒരാൾ പെട്ടെന്ന്
അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അത് സംഭവിച്ച തന്നെ BJP അത് ശരിക്കും അങ്ങ് മുതലെടുത്തു. അതായത് ഒരു തമിഴ്നാട്ടുകാരൻ ഒഡീഷയെ കീഴടക്കാൻ വരുന്നു എന്ന രീതിയിൽ അത് വലിയൊരു പ്രചാരണത്തിന് വഴിതെക്കുകയും എന്തുവേണ്ടി നവീൻ പട്നായിക്, ഒരിക്കലും നമ്മളാരും ചിന്തിച്ചൊന്നുമല്ല നവീൻ പട്നായിക്കിന് ഒരു പരാജയമോ ഒഡീഷയിൽ അവർ പരാജയപ്പെടുകയോ എന്നൊന്നും സാഹചര്യം കണ്ടതല്ല. പക്ഷേ എന്ത് സംഭവിച്ചു? ഈ VK പാണ്ഡ്യൻ അവിടെ ഒരു പിൻഗാമിയായി വരുന്ന സമയത്ത് ഇലക്ഷനിൽ അവിടെ BJP അധികാരത്തിൽ വരുന്നു, നവീൻ പട്നായിക്കിൻ്റെ തോൽവി സംഭവിക്കുന്നു. ഏറെക്കുറെ സമാനമായൊരു സാഹചര്യം ഒരു പരിധിവരെ ബീഹാറിൽ നടന്ന. ഇതേപോലെ നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇന്ന് ദീർഘമായി ഭരിച്ചു വന്ന ടൈമിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ എന്നെ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റ് ആക്കി. എല്ലാ കാര്യങ്ങളും പ്രശാന്ത് കിഷോർ ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന ഒരു സാഹചര്യം ആ പാർട്ടിയിൽ നിന്നാണ്. അപ്പോഴും ഇതേപോലെ ആ പാർട്ടിയിൽ ഒരു പ്രശ്നം ഉടലെടുക്കുകയും അന്ന് നിതീഷ് വളരെ മികച്ചൊരു ചാണക്യനായതുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിഞ്ഞ് പ്രശാന്ത് കിഷോറിനെ പുറത്താക്കുകയും ആ പ്രശാന്ത് കിഷോർ പിന്നീട് നിതീഷിൻ്റെ ഒരു വിമർശനമായി മാറുകയൊക്കെ ചെയ്തൊരു കാര്യമാണ്. ഈ അഭിഷേക് ബാനർജിയുടെ ഒരു കാര്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ തൃണമൂലിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ ആ പാർട്ടിയിൽ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു പദവിയിൽ നിൽക്കുന്നതിനേക്കാളേറെ ആ ലെവൽ ലീഡേഴ്സിൽ അഭിഷേക് ബാനർ, ഈ സുവേന്ദു അധികാരി എങ്ങനെയാണ് BJP പോയെന്ന് വെച്ചാൽ ഇതേ അഭിഷേക് ബാനർജി. ഇപ്പം ഈ ഋതുപ്രതാപ് ബാനർജി ആണ് നമ്മളിപ്പോൾ കാണുന്ന ഇപ്പോഴത്തെ എന്താ പറയുക തൃണമൂലിൻ്റെ പിളർപ്പിന് മുന്നിൽ എത്തിച്ചതെന്ന്. കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ പോലും ഋതുപ്രതാപ് പറയുകയും ചെയ്തു അഭിഷേക് ബാനർജിക്ക് നിയമസഭാ കക്ഷിയായിട്ട് യാതൊരു ബന്ധമില്ല. അത് എന്താ വെച്ചാൽ ഈ മെയ് 4 നമ്മൾ റിസൾട്ട് വന്ന ആ ദിവസം സുവേന്ദു അധികാരിയുടെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചാൽ രസകരമാണ്. ഒരു മാസത്തിനുള്ളിൽ ഈ തൃണമൂൽ എന്ന് പറയുന്ന പാർട്ടി നാമാവിശേഷമാവുമെന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്യം. ഇപ്പം നമ്മൾ ഒരു മാസം എടുത്ത് നോക്കുമ്പം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം MLA-മാർ 80 MLA-മാരിൽ ഏറെക്കുറെ 58-60 MLA-മാർ ഋതുപ്രതാപ് ബാനർജിക്കൊപ്പം നിൽക്കുന്നു. ഈ ആകെ 28 MP-മാരുണ്ട്. അതിൽ ഏറെക്കുറെ 20 MP-മാർ BJP ചേരാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നൊരു കാഴ്ച. അപ്പോൾ നിന്ന നിപ്പിൽ എന്താ പറയുക തൃണമൂൽ തൃശങ്കൂൽ എന്നല്ല, മമതയ്ക്ക് ഇത് എന്താ സംഭവിക്കുന്നു പോലും മനസ്സിലാക്കാൻ കഴിയാതെ അവർ പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്ക് എന്നുള്ള നിലയ്ക്കാണ് ഈ വിമത നീക്കം കണ്ടിട്ട് തൃണമൂലിൻ്റെ എല്ലാ ഘടകങ്ങളും പിരിച്ചുവിട്ട് ഒരു പുനഃസംഘടിപ്പിക്കുക, അതുവഴി പാർട്ടി തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ്. അവർക്ക് ആകെ ഇപ്പം മമതയുടെ ഒപ്പമുള്ള നേതാക്കളെന്ന് പറയാനായിട്ടൊക്കെ ഇപ്പം ഡെറിക് ഒബ്രിയാൻ, കല്യാൺ ബാനർജി എന്നൊക്കെ പറയുന്ന താരതമ്യേന വളരെ സീനിയറായ ലീഡേഴ്സാണ്. മറുവശത്ത് ഈ ജനപ്രിയ നേതാക്കൾ പലരും ഋതുപ്രതാപ് ബാനർജിയുടെ ഒപ്പം നിൽക്കുന്നു. അവർ ഋതുപ്രതാപ് ബാനർജി പറയുന്ന ഒരു പ്രധാന വാദം എന്താ? ഞങ്ങൾ അഭിഷേക് ബാനർജി അംഗീകരിക്കില്ല, മമതയെ നമ്മുടെ നേതാവ് തന്നെയാണ് എന്ന് പറയണം. മമത നമ്മുടെ ഉപദേശകയായി തുടരണം എന്നാണ് പറയുന്നത്. നേതാവാകണ്ട, ഉപദേശകയായി തുടരണം. 70 വയസ്സ് കഴിഞ്ഞ ഒരു മമത പിണക്കിന്ന് വരണ്ട എന്നുള്ള രീതിയിലാണ്. അതിന് പിന്നെ ഒരു വളരെ സമർത്ഥമായ ഒരു ഗെയിം പ്ലാനും കൂടെ ഒരുപക്ഷെ BJP-യുടെ നിന്ന് കാണും. നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പം ആ സ്പേസിൽ BJP-ക്ക് ആദ്യമായിട്ട് അധികാരം കിട്ടുന്നു, നല്ല കംഫർട്ടബിൾ മെജോറിറ്റി ഉണ്ട്, 206 സീറ്റുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇനിയും 3 വർഷം അപ്പുറേ കിടക്കുകയാണ്. 41 ലോക്സഭാ സീറ്റുകളുള്ള ഒരു സ്റ്റേറ്റാണ്. കഴിഞ്ഞ തവണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നിരയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള കക്ഷി TMC ആയിരുന്നു, തൃണമൂലായിരുന്നു. 28 സീറ്റ് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സ്പേസിൽ തൃണമൂലിനെ തകർത്ത് അവിടെ BJP ഒന്നാം കക്ഷിയാണ്. 12 സീറ്റിലായിട്ട് ചുരുങ്ങിയ കഴിഞ്ഞ തവണ, അതിന് മുമ്പ് 18 സീറ്റുണ്ടായിരുന്നു. 12 സീറ്റ് കഴിഞ്ഞ തവണ ലോക്സഭയിൽ ബംഗാളിൽ BJP-ക്ക് ഉണ്ടായിരുന്നു. അവിടെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ BJP ഒരുപാട് സീറ്റ് അടുത്ത തവണ പ്രതീക്ഷിക്കും. അപ്പോൾ പോലും അധികാരത്തിൽ എന്തായി ഒരു 3 വർഷം ഭരിക്കുന്ന ആ സ്റ്റേറ്റിലെ സർക്കാർ എന്തുവേണ്ടി സ്വാഭാവികമായിട്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാം. അപ്പോൾ അതിനൊരു ബെനിഫിഷ്യറി ആരെങ്കിലും പ്രതിപക്ഷത്ത് വരാം. ആ പ്രതിപക്ഷത്ത് ഇപ്പോൾ ഈ പിളർന്നു പോയിരിക്കുന്ന തൃണമൂലിനെ ഇന്ന് BJP വിചാരിച്ചാൽ ഈ പറയുന്ന ഋതുപ്രതാപ് ബാനർജിയൊക്കെ എല്ലാ ആശയമൊക്കെ മാറ്റിവെച്ച് BJP ചേരാനുള്ള സാധ്യത തള്ളാൻ പറ്റില്ല. BJP ഒരുപക്ഷെ അത് ആഗ്രഹിക്കണമെന്നില്ല. കാരണം വെച്ചാൽ അവരുടെ പൊളിറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ഒപ്പണൻ്റായിട്ട് ഇങ്ങനെ ഒരു പാർട്ടി നിൽക്കുന്നതാണ് എപ്പോഴും BJP-ക്ക് നല്ലത്. കാരണം എന്നാ, ഈ ഇവിടുന്ന് വിഘടിച്ച് പോകുന്ന വോട്ടുകൾ അവിടെ കിട്ടിയാൽ ഇവർക്ക് നഷ്ടം എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നില്ല. അത് ദീർഘകാല രാഷ്ട്രീയം കൂടെ ഒരു നമ്മൾ കാണുന്നതിനപ്പുറം ഒക്കെ ഉള്ള രാഷ്ട്രീയം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടത് തിരിച്ചു വരികയും കോൺഗ്രസ് തിരിച്ചു വരികയും ചെയ്യുന്നതിനേക്കാൾ കാരണം ഈ ഒരു പാർട്ടി അവിടെ നിലനിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ ആന്റി വോട്ടുകൾ അവിടെ എത്തും, അല്ലെ അത് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. അല്ല ഇത് ഒന്നിച്ചൊരു ഫോഴ്സായി മാറി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ CPM-ഉം കോൺഗ്രസും അല്ലെങ്കിൽ ഇടതുപക്ഷം അവിടെ വീണ്ടും ശക്തി ആർജിച്ച് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം സമീപകാലത്ത് അവിടുത്തെ CAT-യും പല വർഗബഹുജ സംഘടനകളെല്ലാം ശക്തമായിട്ട് തിരിച്ചു വരവിൻ്റെ ഒരു പാതയിലാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ അവിടെ തെരഞ്ഞെടുപ്പിൽ അക്രമങ്ങളുടെ പേരിൽ റീപോളിംഗ് നടത്തി. ആ റീപോളിംഗ് നടത്തിയ സീറ്റിൽ തൃണമൂൽ കാൻഡിഡേറ്റ് അവസാന നിമിഷം പിന്മാറും. ജഹാംഗീർ ഖാൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് എന്തുവേണ്ടിയെന്ന് വെച്ചാൽ BJP ജയിച്ച സീറ്റ് 2ാം സ്ഥാനത്ത് വന്നത് CPM-ആണ്. 40,000 വോട്ട് പിടിച്ചു. ആലോചിക്കണം, പെട്ടെന്നുണ്ടാകുന്നൊരു ഷിഫ്റ്റാണ്. അതായത് ഒരു TMC കാൻഡിഡേറ്റ് മാറി നിന്ന ഒരു പൊസിഷനിൽ 40,000 വോട്ടുമായിട്ട് CPM അവിടെ
2ാം സ്ഥാനത്ത് വരുന്നു. അങ്ങനെ ആണെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കി, അടുത്തൊരു തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേന് ഇവരുടെ തിരിച്ചൊരു വലിയ ഫോഴ്സ് ആവും. വരാം. അതും കൂടെ കണ്ടിട്ട് ഒരുപക്ഷെ BJP തന്നെ ഇതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളവർ വേണേൽ ടേക്ക് ഓവർ ചെയ്യാം, അല്ലാതെ അവിടെ ഒരു പാർട്ടിയായിട്ട് തന്നെ നിലനിർത്തുക എന്ന് പറയുന്നതിനാണ് സാധ്യത. ഇപ്പോൾ ഈ MP-മാരുടെ കാര്യത്തിൽ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. MP-മാർ ചിലപ്പം BJP ചേരാമോ എന്നുള്ള സാധ്യത തള്ളാൻ പറ്റില്ല. കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ലോക്സഭ ഇപ്പം അംഗങ്ങളില്ല, 240 അംഗങ്ങളേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 20 പേരെ കിട്ടിയ 260, പോയിട്ടൊരു 10-13 അംഗങ്ങളുടെ കുറവേ വരുന്നുള്ളൂ. കാരണം ഇനി BJPയുടെ അജണ്ടയിൽ അടുത്ത ഒരു വർഷത്തിനിടയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അടങ്ങുന്ന വളരെ വിപുലമായ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ BJPയുടെ ഒരു B ടീമായിട്ടാണ് അവിടെ ഓപ്പണന്റ് ആയിട്ട് ചിലപ്പോൾ വരിക എന്ന് പറയുന്നത്. ഒരു മഹാരാഷ്ട്രയിലെ ഷിൻഡെ വിഭാഗം ശരിക്കും ചെയ്യുന്നതും അത് തന്നെയായിരുന്നില്ലേ? അപ്പോൾ മൊത്തത്തിലൊരു ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ മൊത്തത്തിൽ അതൊരു BJPയുടെ പ്ലാൻ പോലെ സ്റ്റേറ്റുകളിലേക്ക് മാറുന്നുണ്ടോ? അതെ, ഇപ്പോൾ ആ അഭിഷേക് ബാനർജി ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഏകനാഥ് ഷിൻഡെ ആയിട്ട് നമുക്ക് വായിക്കാം, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ തന്നെ അത് അജിത് പവാറിനെ വായിക്കാം. കാരണം മഹാരാഷ്ട്ര എന്താ സംഭവിച്ചത്, ഇതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ ദീർഘകാലമായിട്ട് മഹാരാഷ്ട്ര പൊളിറ്റിക്സിൽ BJPയും ശിവസേനയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്രയോ വർഷം ഭരിച്ചതാണ്. എപ്പോഴും ചെയ്തിരുന്നത് വെച്ചാൽ ലോക്സഭയിലേക്ക് കൂടുതൽ സീറ്റ് BJPക്ക് കൊടുക്കുകയും BJP അവിടെ MP-മാർ കൂടുതലുണ്ടാകുന്നു. BJPക്ക് നാഷണൽ ലെവലിൽ അത് ഹെൽപ്ഫുള്ളാണ്. സ്റ്റേറ്റിൽ എപ്പോഴും ശിവസേന മുഖ്യമന്ത്രിമാരായിരുന്നു, മനോഹർ ജോഷി മുതൽ ഇങ്ങോട്ട് അങ്ങനെയായിരുന്നു. ആ തവണ എന്താണ് BJP 2014 തെരഞ്ഞെടുപ്പിലാണ് ആദ്യം എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അതായത് UP-യിലുണ്ടായിരുന്ന കോൺഗ്രസും NCPയും മറ്റേ NDA-യിലുണ്ടായിരുന്ന BJPയും ശിവസേനയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചപ്പം എന്തുവേണമെന്ന് ഏറ്റവും വലിയ കക്ഷിയായിട്ട് BJP ആദ്യം വരുന്നൊരു ടെൻഡൻസി കാണിക്കുന്നു. അപ്പം BJPക്ക് പതുക്കെ അവർക്ക് എന്തിനാണ് വെറുതെ ഒരു B ടീമായി നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ദേവേന്ദ്ര ഫഡ്നാവിസ് വരുന്നതല്ല, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ മത്സരിച്ച് സംഭവിച്ചത് ശിവസേനയ്ക്ക് 56 സീറ്റ്, NCPക്ക് 54 സീറ്റ്, കോൺഗ്രസ്സിന് 44 സീറ്റ്, മറുവശത്ത് 106-108 സീറ്റ് BJPക്ക്. അപ്പം 145 സീറ്റ് വേണം കേവല ഭൂരിപക്ഷത്തിന്. ഇന്ന് ശരത് പവാർ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യന്മാരിൽ ഒരാളാണ്. ശരത് പവാർ ഒരു കിങ് മേക്കറായി മാറിയിട്ടാണ് അജിത് പവാർ ഒരു ഘട്ടത്തിൽ പാർട്ടി വളർത്താൻ നോക്കിയിട്ടും അത് തടഞ്ഞ് ഈ പറയുന്ന പോലെ ഇന്ന് വരെ നമ്മൾ കേൾക്കാത്ത മഹാവികാസ് അഗാഡി എന്ന് പറഞ്ഞൊരു പുതിയ സഖ്യം, ശിവസേനയും കോൺഗ്രസുമായിട്ട് ചേരുക എന്നൊക്കെ പറയുന്നത് ആരും ചിന്തിക്കുന്ന പോലും അല്ലാത്തൊരു കാലത്താണ്. അങ്ങനെ ഉദ്ധവ് താക്കറെ അവിടെ മുഖ്യമന്ത്രിയാവുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആകെ ശിവസേന ആവശ്യപ്പെട്ട അന്ന് തന്നെ വെച്ചാൽ 2.5 വർഷം BJP, 2.5 വർഷം ശിവസേന, അത് ആദ്യത്തെ ടീം ഞങ്ങൾക്ക് വേണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. അത് അംഗീകരിക്കാതെ വന്നിട്ടാണ് ഈ പറയുന്ന ഒരു പുതിയ സഖ്യം അവിടെ രൂപപ്പെടുന്നു. ആ സഖ്യമുണ്ടായി, ഒരു സർക്കാർ നടക്കുന്നു. പെട്ടെന്നൊരു ദിവസം ഏകനാഥ് ഷിൻഡെ ഒരു വിമതനായി മാറുന്നു. ദീർഘകാലമായിട്ട് ശിവസേനയുടെ ഒരു മുഖമാണ്. അപ്പം ഉദ്ധവിനെ ഒരു എതിരായിട്ട് റിബൽ ആ പ്രവേശം ആദ്യം ഒരു 11 MLA-മാരുമായിട്ട് ഫ്ലൈറ്റ് ഗുജറാത്തിലേക്ക് പോകുന്നു, അവിടുന്ന് ആസാമിലേക്ക് പോകുന്നു. നമ്മൾ ഈ കാണുന്ന റിസോർട്ട് പൊളിറ്റിക്സിൻ്റെ വേറൊരു വേർഷൻ അവിടെ അരങ്ങേറുന്നു. അവസാനം സംഭവിച്ചെന്നാ, ഈ 56 സീറ്റ് ഉണ്ടായിരുന്ന ശിവസേനയിൽ 42 MLA-മാരെല്ലാം മറുവശത്തേക്ക് പോകുന്നു. ഉദ്ധവിന് കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. എന്തുവേണ്ടി അതാദ്യം നടന്നു. ഷിൻഡെ അപ്പുറത്ത് പോകുന്നു, BJPക്കൊപ്പം അധികാരം പങ്കിടുന്നു. മറുവശത്ത് അജിത് പവാർ സംഭവിച്ചു ഇതേപോലെ തന്നെ. 54 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് 40 MLA-മാർ ഒറ്റയടിക്ക് അജിത് പവാറിനൊപ്പം പോകുന്നു. ആ പാർട്ടിയും വളരുന്നു. ഫലത്തിൽ ഈ പറഞ്ഞ ഷിൻഡെ ഗ്യാങ്ങോ അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ BJP-ആയിട്ട് മെർജ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, BJP അത് ആഗ്രഹിച്ചില്ല. അവിടെ ഒരു ഘടകകക്ഷിയായിട്ട് അങ്ങനെ നിന്നോട്ടെ. ഏകനാഥ് ഷിൻഡെ ആദ്യത്തെ ആ ടീമിൽ മുഖ്യമന്ത്രിയാകാൻ അനുവദിക്കുകയും ചെയ്തു. BJP അത് അവിടെ കാത്തിരുന്നു. വീണ്ടും റീഎലക്ഷൻ വന്നു, ഗംഭീര വിജയം നേടി. അന്നേരം എന്തുവേണ്ടി ഏകനാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഏകനാഥ് ഷിൻഡെ വെട്ടുന്നു, ദേവേന്ദ്ര ഫഡ്നാവിസ് അവിടെ മുഖ്യമന്ത്രിയാകുന്നു. അത് BJP-യുടെ ഒരു കൃത്യമായ സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത്. ഇവിടെ അഭിഷേക് ബാനർജി ഒരു ഹീറോയോ വില്ലനായി മാറുക എന്നുള്ളതിനേക്കാൾ അപ്പുറം അവിടെ ഋതുപ്രതാപ് ബാനർജി, അദ്ദേഹത്തിൻ്റെ ചരിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സംഭവബഹുലമാണ്. CPM-ന്റെ SFI-യിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ട് തീപ്പൊരി നേതാവായിരുന്നു. അന്ന് കാലം എന്ന് വെച്ചാൽ ഹിന്ദിയും ഇംഗ്ലീഷും നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പം പെട്ടെന്ന് പല മുതിർന്ന നേതാക്കളെയും വെട്ടിയിട്ട് രാജ്യസഭയിലേക്ക് 34 വയസ്സിലാണ് ചെറിയ പ്രായം, അപ്പം 2014 കണ്ടാണെന്ന് തോന്നുന്നു രാജ്യസഭയിലേക്ക് എത്തുന്നു. അപ്പോൾ ബുദ്ധദേവ് അന്നത്തെ ബംഗാളിൻ്റെ അവസാനത്തെ CPM മുഖ്യമന്ത്രിയായ ബുദ്ധദേവിൻ്റെ ഏറ്റവും മാനസപുത്രനെ പോലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടാണ് ഋതുപ്രതാപ് ബാനർജി അറിയപ്പെടുന്നത്. അങ്ങനെ പലരെയും മറികടന്ന് രാജ്യസഭയിലേക്ക് സീറ്റ് കിട്ടുന്നു. നീണ്ടു 14 വർഷം SFI നയിച്ചൊരു നേതാവ്, യുവമുഖം. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ അന്തരിച്ച സീതാറാം യെച്ചൂരിയുമായിട്ട് നല്ല ബന്ധം. അങ്ങനെ അവിടെ നിന്ന് അതിൽ എന്താ പറയുക, ഒരു പെട്ടെന്നൊരു ഫേസായിട്ട് CPM-ൻ്റെ ഒരു ഫേസായിട്ട് അവിടെ വരുന്നു. ദീർഘകാലത്തേക്ക് ഒരു
പാർട്ടിയെ നയിക്കാമെന്ന്, പിന്നീട് ഒരു വർഷം ജനറൽ സെക്രട്ടറി പോലെ ഒരു പോസ്റ്റിലേക്കൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചൊരു നേതാവാണ്. പെട്ടെന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ CPM-ലെ പല വിവാദങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഭയങ്കര രസകരമാണ്. അതായത് പാവപ്പെട്ടവന്റെ സമ്പന്നനായ പാവപ്പെട്ടവൻ. നേതാവ്. അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ധരിച്ച വാച്ച്, ആപ്പിൾ വാച്ച് കിട്ടുന്നു, മോൺബ്ലാങ്കിൻ്റെ പേന ഇടുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 10,000, 20,000, 30,000 രൂപയൊക്കെ വിലയുള്ള ആ പേന ധരിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വിമർശനം ഒരിടത്തും തുടങ്ങുന്നു. പിന്നെ അത് ഇദ്ദേഹത്തിൻ്റെ മുൻ ഭാര്യയും കണ്ടാണെന്ന് തോന്നുന്നു ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നു. ഋതുപ്രതയുടെ ജീവിതശൈലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നതല്ല എന്ന് പറയുന്നിടത്ത് നിന്ന് തുടങ്ങുകയാണ്. ഒരു വിമർശനം വരുന്നു, അത് പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നു, അതിന് മേളൊരു ചർച്ച വരുന്നു. അപ്പോൾ എന്ത് വേണ്ടി പലരെയും വെട്ടിയിട്ടാണല്ലോ ഇദ്ദേഹത്തിൻ്റെ വരവ്. ഈ അന്ന് വെട്ടിപ്പെട്ടവരും എന്താ പറയുക പുറന്തള്ളപ്പെട്ടവരുമായവരെല്ലാം കൂടെ സംഘം ചേർന്ന് ഇദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം വരുന്നു. 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ സസ്പെൻഷനൊടുവിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഇൻ്റർവ്യൂടെ ആയപ്പോൾ പാർട്ടിയുമായിട്ട് കൂടുതലാകുന്നു. പിന്നെ ഒരു സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട ഒരു കേസും കൂടെ വന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെടുത്ത് നിന്ന് നിപ്പിൽ രാജ്യസഭാംഗമായിരുന്നിടത്ത് നിന്ന് മറുകണ്ഠം ചാടുന്നു. പെട്ടെന്ന് മമതയുമായി ടേംസിലാകുന്നു. മമതയുടെയും ഒരു വിശ്വസ്തനായി മാറുന്നു. അവിടെ ആ വിശ്വസ്തനായിട്ടുള്ള ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് സുവേന്ദു അധികാരി BJP-യിലേക്ക് പോകുന്നത്. അപ്പം രാജ്യസഭയിലേക്ക് പലരെയും ഇതേപോലെ തന്നെ പലരെയും മറികടന്ന് 2024 ഋതുപ്രതയെ രാജ്യസഭാംഗമാക്കിയിട്ട് മമത ഡൽഹിയിലേക്ക് നിയോഗിക്കുന്നു. അങ്ങനെ അവിടെ വളർന്ന് പെട്ടെന്ന് ഒരു അടുത്ത ആര് എന്നൊരു അഭിഷേക് ബാനർജിക്ക് ഒരുപക്ഷെ നാളെ ഭീഷണിയായിട്ട് വരാവുന്ന ഒരു നേതാവാണ്. ഇത് രണ്ടുപേരും കണക്ക് കൂട്ടാം. കാരണം മമതയ്ക്ക് ശേഷം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിഷേക് ബാനർജി നിൽക്കുന്നിടത്തോളം കാലം ഋതുപ്രതയ്ക്ക് ഒരു ചാൻസ് ഇല്ല. അപ്പോൾ അവിടെ പിന്നെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു കസേരയ്ക്ക് രണ്ടുപേരോട് നിൽക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഒരു ഭിന്നതയിലേക്ക് വരുന്നു. അതിനൊരു സാഹചര്യം ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു, മമത തോൽക്കുകയും കൂടെ ചെയ്തു. എല്ലാം കൊണ്ടും ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരു പാർട്ടിയുടെ പിളർപ്പിന് സംഭവിക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ അവസാനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രമായി പോയ എന്താ പറയുക ചരിത്രത്തിൽ അന്യം നിന്ന് പോയ അല്ലെങ്കിൽ ഇല്ലാതായിപ്പോയ പാർട്ടികളുടെ ഗണത്തിലേക്ക് തൃണമൂലിലെ പോക്ക് സംഭവിക്കുമെന്ന് മാത്രമേ നമുക്കിനി അറിയുള്ളൂ. എനിക്ക് ആകെ ഇതുവരെ ഒരു ആശ്വാസ വാർത്ത മമതയെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞാൽ മഹുവ മൊയ്ത്ര അതിശക്തമായി മമതയ്ക്ക് അനുകൂലമായി ഇന്ന് രംഗത്ത് വരികയും ഈ വിമതർക്കെതിരെ ആഞ്ഞടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഹുവയുടെ ഒരു ഫേസ് വെച്ച് അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല. നിലവിൽ എന്താ വെച്ചാൽ ഈ BJP നാഷണൽ ലെവലിൽ BJP-യുടെ ഒരു എന്താ പറയുക പവർ അത് തന്നെ സ്റ്റേറ്റിലും വരുന്നു. അപ്പോൾ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ MLA-മാരുടെ ഒരു ചായ്വിനുള്ള സാധ്യത ആ വശത്തേക്കാണ്. പാർട്ടിയായിട്ട് നിലനിൽക്കുമോ, അത് BJP-യിൽ കാലക്രമേണ അലിഞ്ഞ് ചേരുമോ, മമതയ്ക്ക് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പ്രായമൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യചിഹ്നമാണ്. വൺമാൻ ഷോ കാണിച്ച രാഷ്ട്രീയ നേതാക്കൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് ചുറ്റും. അവർക്ക് എല്ലാവർക്കും ഒരു ഘട്ടത്തിൽ പറ്റിയ അതേ ഇത് തന്നെയാണ് ഈ വൺ വുമൺ ഷോ കാണിച്ച മമതയ്ക്കും പറ്റിയത്. രണ്ടാം നിര നേതാക്കളെ വളർത്താൻ മമത ശ്രമിക്കാതിരുന്നത് എന്തേ? രണ്ടാം നിര നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുകുൾ റോയ് ആയാലും സുവേന്ദു അധികാരി ഇതൊക്കെ ഇത് എന്നെ പ്രശ്നമൊന്നുമില്ല. നേതാവ് വായിക്കുമ്പോൾ നേതാവിൻ്റെ പിന്നെ അടുത്ത മോഹം എന്ന് പറയുന്നത് ഈ എന്നെ വളർത്തിയ നേതാവിൻ്റെ കസേരയാണ്. അത് രാഷ്ട്രീയത്തിൽ വേറൊരു തമാശയും കൂടെ ഇതിനകത്തുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ BJP വിരുദ്ധ ചേരിയുടെ ഇപ്പോൾ ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാക്കിയ ഒരു ഘട്ടം ആലോചിക്കും. വിരുദ്ധ ചേരിയിൽ എല്ലാവരും മോഹിച്ചതെന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആകുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ സൈഡ് ലൈൻ ചെയ്തിട്ടൊരു മൂവ്മെൻറ്റ് ഇവരെല്ലാം ശ്രമിച്ചു വരാം. അന്ന് ഈ ഇന്ത്യ ചേരിയിലുണ്ടായിരുന്ന നേതാക്കളെന്ന് പറയാൻ ഇപ്പം കെജ്രിവാൾ, സ്റ്റാലിൻ, മമത 3 പേരും വീണു. സ്റ്റാലിൻ കഴിഞ്ഞു, അവിടെ വിജയുടെ രംഗപ്രവേശം, കെജ്രിവാളും വീണു, ഇപ്പം മമതയും. ഈ മമതയെ ഇന്ത്യ സഖ്യത്തിൽ വിളിച്ച പല യോഗത്തിൽ പങ്കെടുക്കാൻ പോലും കൂട്ടാക്കാതെ എന്താ പറയുക കോൺഗ്രസുമായിട്ട് ഞാൻ ഒരു സഖ്യത്തിനില്ല എന്ന് പറഞ്ഞ് നിന്ന ഒരു നേതാവാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം വിളിച്ചിരിക്കുന്ന അടുത്ത യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. ഈ കാലത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു കൗതുകരമായ കാഴ്ച എന്നൊക്കെ പറയുന്നത് ഒരു ഇപ്പം നിലവിൽ എന്താ BJP വിരുദ്ധ ചേരിയിൽ ആകെപ്പാടെ കോൺഗ്രസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ SP അഖിലേഷ് യാദവ് എന്ന് പറയുന്ന ഒരു നേതാവ് മാത്രമേ നിലവിൽ ഒരു പ്രസൻസ് എന്ന് പറയാനുള്ളൂ. തമിഴ്നാട്ടിലൊക്കെ ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് ഏതായാലും സ്റ്റാലിനെയൊക്കെ സംബന്ധിച്ചൊരു തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. BJP എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ മുന്നോട്ട് എത്രയോ കാലം മുന്നോട്ട് നോക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണുള്ളത്. ശരിക്കും തൃണമൂൽ കോൺഗ്രസ് പോലെ വലിയൊരു പ്രസ്ഥാനത്തെ ഒറ്റയ്ക്ക് നിന്ന് നയിച്ചൊരു നേതാവെന്ന നിലയ്ക്ക് മമതയ്ക്ക് ഇങ്ങനെ പിന്നിൽ നിന്ന് വരുന്ന ഒരു പണി മനസ്സിലായില്ല എന്ന് കരുതാൻ പറ്റുമോ? അത് വലിയ പ്രശ്നമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മമതയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് MLA-മാരുടെ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ആ മീറ്റിങ്ങിൽ ഇതിൻ്റെ പ്രചാരണം നയിച്ച വകയിലും ഒക്കെ അഭിഷേക് ബാനർജിയെ വാഴിക്കാൻ ഒരു ശ്രമം നടത്തി. അഭിഷേക് ബാനർജിക്ക് നമുക്ക് കയ്യടി നൽകാം എന്നൊരു വാദം, അതായത് MLA-മാർ പറഞ്ഞ് പിന്നീട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്ക് ഒരു കരഘോഷം നൽകാമെന്ന് പറയുന്ന ഒരു ആഹ്വാനം മമത നടത്തുകയും അതിനെ ആ യോഗത്തിൽ വെച്ച് തന്നെ പലരും അംഗീകരിക്കാൻ കൂട്ടാകാതെ വരികയും അവിടുന്ന് തുടങ്ങിയൊരു ചലനമാണ്. എന്തുവേണ്ടി ആദ്യം 2 പേര് അതിനെ എതിർത്ത് സംസാരിച്ചു. ആ എതിർത്ത് സംസാരിച്ചവർ പിറ്റേ ദിവസം ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ഇതിനിടയിൽ നടക്കുന്ന സംഭവം എന്നാ, ഈ പറയുന്ന ഋതുപ്രതയും അദ്ദേഹത്തിനൊപ്പം വേറെ നേതാവുണ്ട്, 2 പേരാണ് ഇതിൻ്റെ ഒരു തുടക്കം ഇടുന്നത്.
ഈ രണ്ടുപേരും ഇതിന് തുടക്കം ഇട്ട ഘട്ടത്തിൽ മമത എന്ത് വേണ്ടി ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വെച്ച് രണ്ടുപേരെ എടുത്ത് അങ്ങ് പുറത്ത് കളഞ്ഞു. അപ്പോൾ ഈ രണ്ടുപേരെ പുറത്ത് കളയുന്നതിന് തൊട്ട് മുമ്പ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമതയുടെ ഒരു പ്രധാന തീരുമാനം എന്ന് പറഞ്ഞാൽ ശോഭൻ ദേവ് ചതോപാധ്യായ പ്രതിപക്ഷ നേതാവാക്കാനായിട്ട് മമത തീരുമാനമെടുക്കുന്നു. അത് അംഗീകരിക്കാൻ യോഗത്തിൽ ആവശ്യപ്പെടുന്നു. ഇവർ അത് സമ്മതിച്ചില്ല. അപ്പം സ്പീക്കർക്ക് കത്ത് കൊടുത്തു. ഈ സ്പീക്കർക്ക് കൊടുത്ത കത്തിൽ ഈ 10-14 പേര് വ്യാജ ഒപ്പിട്ടതാണ്, ഞങ്ങളാരും ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി സ്പീക്കർക്ക് ഇവർ കൊടുക്കുന്നു. കിട്ടുന്നൊരവസരമല്ലേ BJP നേരെ അതൊരു അന്വേഷണത്തിന് വിടുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ വ്യാജ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചതിന് പേരിലാണ് ഈ ഋതപ്രതയും കൂടെ ഉണ്ടായിരുന്ന നേതാവിനും പുറത്താക്കി. എന്നിട്ട് ഇവർ ചെയ്തെന്താ, ഋതപ്രതയുടെ നേതൃത്വത്തിൽ പാർട്ടി ലീഡറായിട്ടും 3-4 പേരെ ഡെപ്യൂട്ടി ലീഡേഴ്സും ചീഫ് വിപ്പും ആക്കിയിട്ട് അവരൊരു സമാന്തര സംവിധാനമായിട്ട് വരികയും പെട്ടെന്ന് 58-60 പേരുടെ പിന്തുണ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ 80 അംഗ സഭയിൽ 60-58 പേര് ഒരു വശത്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൂറുമാറ്റം എന്ന് പറയുന്ന പ്രശ്നം പോലും മറികടക്കാണ്. മഹാരാഷ്ട്രയിൽ നടന്ന പോലെ തന്നെ മമതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇനി കയ്യിലിരിക്കുന്ന MP-മാരൂടെ നഷ്ടപ്പെടുമോ എന്ന് മാത്രമേ അറിയാവൂ. ഏതായാലും തൃണമൂൽ അത് ഉണ്ടായതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നല്ല, ആദ്യത്തെ പിളർപ്പിനും എന്താ പറയുക മുന്നിൽ നിൽക്കുകയാണ്. അത് ആ പാർട്ടിയുടെ നാശത്തിലേക്കാണോ പോവുക, തിരിച്ചു പിടിക്കാൻ മമതയ്ക്ക് കഴിയാൻ പറ്റുമോ എന്നുള്ളതെല്ലാം വരും ദിനങ്ങളിൽ വരുന്നൊരു കാഴ്ചയാണ്. ഈ തൃണമൂലിൻ്റെ നമ്മളിപ്പോഴും തൃണമൂലിൽ വീണു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മമത വീണു എന്ന് പറയുമ്പോഴും പാർട്ടിയുടെ ഒരു പരാജയം എന്ന് പറയുമ്പോഴും സംഘടനാ തലത്തിലുള്ളതാണ് നമ്മളിപ്പോഴും പറയുന്നത്. പക്ഷെ അതിനു മുമ്പേ ശരിക്കും ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു വികാരവും അല്ലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ എതിർ ശബ്ദവും കൂടി ആയിരിക്കില്ലേ ഇവർക്ക് ഇങ്ങനെ ഒരു പരാജയത്തിലേക്ക് ഒരു സംശയമില്ല. അത് ജനവികാരം എതിരാകാനായിട്ട് 3 ടൈം തുടർച്ചയായിട്ട് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന തന്നെ 2 ടൈം തുടർച്ചയായിട്ട് ഭരിച്ചപ്പോൾ തന്നെ ആ സർക്കാരിനെ അത്രയും വെറുത്തുകൊണ്ടാണ് ജനം. അല്ലാതെ UDF എന്ന് പറയുന്ന പാർട്ടിയോടുള്ള വലിയൊരു അഭിനിവേശവും സ്നേഹം കൊണ്ടൊന്നുമല്ല. നെഗറ്റീവ് വോട്ടെന്ന് പറയുന്നതാണ് പോസിറ്റീവായിട്ട് വേറെ കക്ഷിക്ക് ബാധിക്കുന്നതാണ് പകുതി ഫാക്ടർ. ബാക്കി പകുതി മാത്രമാണ് ആ സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനങ്ങളോട് ജനം പ്രതിഫലിക്കുന്നത്. ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ 3ാമത്തെ ടൈം ആയപ്പോഴത്തേന് ഈ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ഒരു പീക്കിലേക്ക് എത്തി. അഴിമതി, തൊഴിലില്ലായ്മ, എല്ലാം തൊഴിലില്ലായ്മ നമുക്ക് തന്നെ അറിയാമല്ലോ. കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ച കാലം മുതൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ബംഗാളികളുടെ ഒഴുക്കെന്ന് പറയുന്നത്. കാരണം അവരിന്നും മറ്റ് രാജ്യങ്ങളിൽ പോയി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് വളരെ വലിയ വിഷയമാണ്. പിന്നെ ഈ ബംഗാളിൻ്റെ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ആദ്യം കോൺഗ്രസ് ഭരിച്ചു, പിന്നീട് CPM ഭരിച്ചു, തൃണമൂൽ ഭരിച്ചു. കോമൺ ആയിട്ട് കണ്ട ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞു തന്നെ ഈ പാർട്ടിക്കാർ ഭരണം നടത്തുക എന്ന് പറയുന്നതിനപ്പുറം പാർട്ടിക്കാർ തന്നെ എല്ലാം തീരുമാനിക്കുന്നൊരു ഘട്ടമാണ്. ഈ 2 ദിവസം മുമ്പ് മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത നമ്മൾ ആലോചിച്ച് നോക്കി. സർക്കാർ പദ്ധതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ട് അലോക്കേഷൻ വരികയാണെങ്കിൽ ആ ഫണ്ട് കിട്ടണമെങ്കിൽ, ഇപ്പോൾ ഒരു ഭവന നിർമ്മാണത്തിനൊരു കുടുംബത്തിന് ഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ടിൻ്റെ ആദ്യത്തെ ഗഡു അനുവദിച്ചതിൽ നിന്ന് ഒരു കമ്മീഷൻ ഈ പാർട്ടിക്കാർക്ക് കൊടുക്കണം. പാർട്ടി നേതാക്കൾ അവരെ ഇടനിലെന്ന് വാങ്ങുകയാണ്. അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഗഡു അനുവദിക്കില്ല. അതായത് കട്ട് മണി എന്നാണ് അവിടെ ഇനി പറയുക. നമ്മൾ പിടിച്ചു പറിയെന്ന് മലയാളത്തിൽ പറയും. അത് തന്നെ. അങ്ങനെ പിടിച്ചു പറിച്ച ആൾക്കാർ, നേതാക്കൾ മീറ്റിംഗ് വിളിച്ചിട്ട് ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് യോഗം വിളിക്കുകയും കിട്ടിയ ഇതുപോലെ പിടിച്ചു പറിച്ച പണം 1000-ങ്ങളും 10,000-ങ്ങളും ഒക്കെ ഈ പാവപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുന്ന കാഴ്ചയും കൂടെ നമ്മൾ ഇതിനിടെ കാണും. അപ്പോൾ ഈ ജനം വെറുതെ അല്ല വെറുക്കുന്നത്. ഇതേ കാഴ്ച ഇതിന് മുമ്പും ബംഗാളിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. കാരണം ഈ LDFൻ്റെ CPMൻ്റെ അവിടെ LDF അല്ല നമ്മളെപ്പോഴും ഇവിടുത്തെ കാര്യം പറഞ്ഞു, CPMൻ്റെ ആ ഇടത് ഭരണകാലത്തിൻ്റെ അവസാന ഘട്ടമായപ്പോൾ ഇതുപോലെ പല കാഴ്ചകളും ഉണ്ടായിരുന്നു. അത് ആവർത്തിച്ച് മമതയ്ക്കും അത് നിയന്ത്രിക്കാൻ പറ്റിയില്ല. പലപ്പോഴും മമത ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ വോട്ടർമാരെയും മൈനോറിറ്റി വോട്ടിന് വേണ്ടി, മുസ്ലിം വോട്ടാണ് ഒരു ബംഗാളി നിർണായകമായൊരു വോട്ട് വാങ്ങിക്കുക, അതിനു വേണ്ടി ഒരു പ്രീണന ഒരു വസ്തു നടത്തി. അതിന് വലിയ വിമർശനമായപ്പോൾ തന്നെ അതിന് കൗണ്ടറായിട്ട് ചില കാര്യങ്ങൾ നടത്തി. പക്ഷേ BJP എന്തുവേണ്ടി വളരെ സമർത്ഥമായിട്ട് അതിനിടയ്ക്ക് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആൻറ്റി മുസ്ലിം കാർഡ് വളരെ സമർത്ഥമായിട്ട് ലോക്സഭയിൽ അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് അവിടെ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ തവണ അതിൻ്റെ ഒരു സൂചന വന്നു. ഇത്തവണ ആയപ്പോൾ ആ കാർഡ് വളരെ സമർത്ഥമായിട്ട് ഉന്നയിച്ചു. ആ രീതിയിൽ മുസ്ലിം വോട്ട് ചിതറിപ്പോകുന്ന ഒരു സാഹചര്യം വേറെ 1-2 പാർട്ടികളോട് വന്നു കഴിഞ്ഞു. ആ മമതയെ സംബന്ധിച്ച് ഒറ്റയടിക്ക് അവരുടെ വോട്ടിൽ നിന്ന് ഭൂരിപക്ഷ വോട്ടുകൾ ഒറ്റയടിക്ക് അങ്ങ് BJP ഒന്നാകെ സ്വരൂപിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ്. അപ്പോൾ എന്തുകൊണ്ട് അനിവാര്യമായ ഒരു തകർച്ചയാണ്. അതിന് വേറൊരു ഫാക്ടറോട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം SIR ഈ ഇലക്ഷൻ്റെ എന്താ പറയുക ഡിസൈഡിങ് ഫാക്ടർ പോലെ BJP വളരെ കൃത്യമായിട്ട് SIR നടപ്പിലാക്കിയപ്പോൾ എന്തുവേണ്ടി 90 ലക്ഷം വോട്ട് ആദ്യം ഉണ്ടായിരുന്നു. അവസാനം വന്നപ്പോഴത്തേന് വെട്ടിമാറ്റപ്പെട്ട വോട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 27 ലക്ഷം വോട്ടാണ്. ഫലം എണ്ണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ തൃണമൂലും BJP കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള ഏകദേശം ഒരു 100ഓളം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളുടെ വോട്ട് വിജയിച്ച വോട്ടിൻ്റെ മാർജിൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ 27 ലക്ഷം വോട്ടിൽ താഴെയുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ മാറ്റപ്പെട്ട 27 ലക്ഷം വോട്ടെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണ്ണയിച്ച ഒരു കാര്യം പോലെ. അത് തന്നെ നമുക്കറിയാം, വളരെ ബോധപൂർവ്വം വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ള ആരോപണമൊക്കെ വളരെ ശക്തമാണ്.
പക്ഷേ BJPയുടെ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് വളരെ കൃത്യമായിട്ട് ആദ്യം SIRലൂടെയും രണ്ടാമത് അവിടുത്തെ ആൻറ്റി തൃണമൂൽ വോട്ടുകൾ കൃത്യമായിട്ടൊരു ഇപ്പോഴും എന്നാ സംഭവിച്ചത്, കോൺഗ്രസിൻ്റെ 2 അംഗങ്ങളും CPMന് 1 അംഗവും മാത്രമാണ് നിയമസഭയിൽ. 258 അംഗ സഭയാണെന്ന് ആലോചിച്ച് നോക്കണം. തകർന്നിടത്ത് നിന്ന് ഇത്രയൊക്കെ എത്തിയിട്ടുള്ളൂ. മറുവശത്ത് BJP അത് കൃത്യമായിട്ട് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് വളർന്ന് അവിടെ എത്തി. ഇനി ഇതിൻ്റെ ഓപ്പോസിഷൻ ഫേസ് എന്തായി വരും എന്ന് മാത്രമേ അത് CPMന് തിരിച്ചു വരാൻ പറ്റുമോ, അതോ കോൺഗ്രസ് CPM തമ്മിൽ കൈകോർക്കുമോ, അതോ ഇനിയും രണ്ടും 2 കക്ഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഇനി എത്തറ്റം വരെ എത്താം, അതോ തൃണമൂലിൻ്റെ ഒരു എന്താ പറയുക ബി പാർട്ടോ തൃണമൂലിൻ്റെ അവശേഷിച്ച ഭാഗമോ എന്തെങ്കിലുമായിട്ട് അവിടെ ഒപ്പോസിഷനായിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇനി കലങ്ങി തെളിയാൻ കുറേ ഉണ്ട്.